കോഴ ആരോപണമുയർന്ന വടക്കാഞ്ചേരിയിൽ ഒരവസരവാദ നിലപാടും LDF സ്വീകരിച്ചിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരെയെങ്കിലും ചാക്കിട്ട് പിടിക്കാൻ LDF ഇല്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നെന്നായിരുന്നു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഞങ്ങൾക്ക് ഈ 50 ലക്ഷം കൊടുത്തിട്ട് ആളെ പിടിക്കേണ്ട യാതൊരു കാര്യമില്ലെന്ന് എല്ലാവരും പറയുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടെങ്കിൽ ഇന്ത്യയിൽ പിന്നിൽ പ്രശ്നമുള്ളൂ. നിങ്ങൾ പലരും എടുക്കുന്ന നിലപാടല്ലോ ഞങ്ങൾ എടുക്കുന്ന നിലപാട്. ഞങ്ങൾ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടല്ലേ നിലപാട് സ്വീകരിക്കുക. ആ നിലപാടാണ് സ്വീകരിച്ചത്. ഇനിയും ഏതെങ്കിലും രീതിയിൽ അവിടെ അത്തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങളിപ്പോൾ വടക്കാഞ്ചേരിയിലെ കേസ് പുറത്തു വന്നു. UDF ഒരു അംഗത്തെ സ്വാധീനിക്കാൻ 50 ലക്ഷം രൂപയാണ്. ആളെ പുറത്ത് കളഞ്ഞു, ആൾ അപ്പുറത്ത് വോട്ട് ചെയ്ത് 50 ലക്ഷം രൂപ കൊടുത്തിട്ട്. ഇത് തന്നെയാണ് മറ്റത്തൂരിൽ നടന്നത്. ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുക, എന്നിട്ട് പണം കൊടുത്തിട്ട് ആളുകളെ സ്വാധീനിക്കാൻ BJP രീതിയിൽ പരിശ്രമിക്കുക. CPM എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് അവിടെയും മറ്റത്തൂരിലും കണ്ടത്. മറ്റത്തൂരിലും വടക്കാഞ്ചേരിയിൽ കണ്ട അതേ കാര്യമാണ് നടന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.